സോ ഗൈസ്, ഇന്ത്യൻ താത്ത റോസ്റ്റ് പാർട്ട് 3യിലേക്ക് പോവാം. അതിനകത്തോടെങ്കിലും തീർന്നാൽ മതിയായിരുന്നു പണ്ടാരം. എന്തൊരു ആയിക്കോട്ടെ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു നിർത്തിയ പോലെ യൂട്യൂബേഴ്സും ആളുകളും അവൻ്റെ വീട്ടിലുള്ള ആൾക്കാരെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇങ്ങനെ പോലീസിനും പിടിച്ചു കൊടുക്കണം. ഐ മീൻ കറപ്റ്റായ ആൾക്കാരിനെ. അതിന് പാരലായിട്ട് നമ്മുടെ താത്ത ഒരു മിഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതായത് വലിയ വലിയ കളകളുണ്ടല്ലോ ഇന്ത്യയിലെ, അതിനെയൊക്കെ പിടിച്ച് കളയണം. അപ്പോൾ ഇതിൽ നമ്മളെ ഫസ്റ്റ് വന്നിട്ട് ഒരു ഗുജറാത്തിൽ ഒരു ഗ്രാനൈറ്റ് ഇൻഡസ്ട്രി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ധനാഢ്യനായ ബിസിനസ്മാനാണ്. പുള്ളിക്കാരൻ ഭയങ്കര ലാവിഷ്, ഐ മീൻ ഭയങ്കര സ്വർണത്തിനോടുള്ള ആരാധനയാണ്. അപ്പം എല്ലാം സ്വർണം കൊണ്ടാണ് പണിയിച്ചിരിക്കുന്നത്. ഈവൻ വീട്, ഐ മീൻ ഒരു സെപ്പറേറ്റ് റൂമേ ഉണ്ട് സ്വർണം കൊണ്ട്. എല്ലാം സ്വർണത്തിലാണ്, സ്വർണം കൊണ്ടുള്ള ഫ്ലോറ്, റൂഫ്, ഈവൻ കക്കൂസ് വരെ, അങ്ങനെ എല്ലാം സ്വർണത്തിലാണ്. അവിടെ നമ്മൾ ഇന്ത്യൻ തേർഡ് വർമ്മ യൂസ് ചെയ്യും, നമ്മുടെ കുതിര വർമ്മ. അപ്പം ഈ വർമ്മ ഇട്ട് കഴിഞ്ഞാൽ ആള് കുതിരയായിട്ട് ഓടും. ഇയാൾ ഉണ്ട് ഓട്ടം ഓടി 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 ഏതോ പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടിച്ചാവും. അവിടെ താത്ത ടെലികിനറ്റിക്സ് ഒക്കെ യൂസ് ഇങ്ങനെ ഒക്കെ ആക്കുമ്പോൾ കാലിങ്ങനെയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ടാണ് താത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മാസമായിട്ടൊക്കെ നടക്കുന്നത്. എന്ത് ഏത് താത്ത, നമുക്കറിയണ താത്ത ഇങ്ങനെയൊന്നും അല്ലേ. പഞ്ചാബിൽ വെച്ചിട്ടാണ് അടുത്ത കില്ല്. അവിടെ നമ്മുടെ PSC അറിയാലോ, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ഹെഡായിട്ടുള്ളൊരു ആളിനെയാണ് താത്ത അടുത്തത് കൊല്ലാൻ പോകുന്നത്. മംഗൽ എക്സ്പ്ലോറേഷൻ, അതായത് മാർസിൽ പോയിട്ട് വരാൻ പോണ ഫ്യൂച്ചറിൽ അവിടെ താമസിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അയക്കുന്നത് 0 ഗ്രാവിറ്റിയിൽ പറക്കണമല്ലോ, അതിൻ്റെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ താത്ത നൈസായിട്ടൊരു ID കാർഡ്, പണ്ടത്തെ പാട്ട വിഗും തൊപ്പിയൊക്കെ വെച്ചിട്ട് റിപ്പയർ ഉണ്ട് പറഞ്ഞിട്ട് വരും. താത്ത പിന്നെ ചുമ്മാ വന്നാൽ മതിയല്ലോ, ആരും ഒന്നും ചോദിക്കത്തുമില്ല, ഒരു ID കാണിച്ചാൽ വിട്ടാക്കും. അപ്പം അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് പുള്ളി ഒരു സ്പേസ് സ്യൂട്ട് കാണുന്നത്. ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. ജസ്റ്റ് കണ്ട ഉടനെ ഒരു മോഹം തോന്നിയിട്ട് അവിടെയുള്ള ആൾക്കാരെ അടിച്ചിട്ടിട്ട് ആ സ്യൂട്ട് കൊടുത്തിട്ട് ഇറങ്ങും. ഇതാണ്ടാ പറക്കുന്ന ആള്, ഒരു ട്രെയിനിങ് വേണ്ട, നൈസായിട്ട് അങ്ങോട്ട് ഇറങ്ങി അതേ പറക്കുന്ന മാത്രമല്ല, ഇടിച്ചവൻ്റെ വായിന്ന് അടുത്ത മറമ്പ് ഇടും. ഈ വർമ്മത്തിന് സ്പെഷ്യൽ വർമ്മമാണ്, വർമ്മമാണ്. ഇതിട്ട് കഴിഞ്ഞ് വായിക്കൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് ആളെ മരിക്കും. ஒட்டு வர்மம்னு இதுக்கு பேரு. வாயை திறக்க முடியாது, வாயிலிருந்து தனியா வழியும். ഇയാളെന്നാ മരിച്ചോട്ടെ പറഞ്ഞ് വിട്ടിട്ട് പോകണ്ട, ഇല്ല ഇയാൾ ആ ഒക്കെ ബാടാ പറഞ്ഞിട്ട് അതിനെയൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, അക്ഷരമാലയൊക്കെ എഴുതിയിട്ട് എന്തോ വലിയ മെസ്സേജൊക്കെ എഴുതി വെച്ചിട്ടാണ് പോണത്. എന്തിനാ എന്താ കണ്ടിട്ട് നമുക്ക് ഏതാണ് തോന്നണത്. അങ്ങനെ അയാളിനെയും ഡെഡാക്കും. ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരാൾക്കാരനെ കൊല്ലുമ്പോൾ CBI ഓഫീസേഴ്സ്, നമ്മുടെ നെടുമുടി വേണു ആൻഡ് സൺ പ്ലസ് ചാരി വിവേക്, ഇവരെല്ലാവരും കൂടെ ബോട്ടിലൊക്കെ അവിടെയും ജീപ്പിലൊക്കെ ഇങ്ങനെ ഇയാളിനെ തെരഞ്ഞുകൊണ്ട് നടക്കണ്ടാവും. കാര്യമായിട്ടൊന്നുമില്ല. അവിടെ ഇവിടെ പോയിട്ടുണ്ടാവും, അവിടെ പോയിട്ടുണ്ടാവും, ഇവിടെ പോയിട്ടുണ്ടാവില്ല, അവിടെ പോയിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നല്ലാണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. അങ്ങനെ ഇതൊക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ അമ്മ മരിക്കുക, അതായത് സൂയിസൈഡ് ചെയ്യണം. അതായത് ഇയാളെ സിദ്ധാർത്ഥ് പുള്ളിയുടെ അച്ഛന് ഇൻകം ടാക്സ് ഓഫീസേഴ്സിന് പിടിച്ചു കൊടുത്തല്ലോ. വിഷമത്തിൽ പുള്ളിക്കാരത്ത് സൂയിസൈഡ് ചെയ്യും. പക്ഷേ അറ്റ് ദ ടൈം സിദ്ധ് നമ്മുടെ ഇന്ത്യൻ താത്തനെ കാണാൻ പോവാണ്, പുരിയൊക്കെ വാങ്ങിച്ചിട്ട് നൈസായിട്ട് കാണാൻ പോകാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ഈ ന്യൂസ് അറിയും.
പുള്ളിക്കാരൻ ഇങ്ങനെ നെഞ്ച് തകർന്ന് വന്ന് കാണാൻ പോകുമ്പോഴേക്കും വീട്ടുകാർ സമ്മതിക്കില്ല. അപ്പം സമുദ്രകന്യനെ നേരിട്ട് വന്നിട്ട് ചെരുപ്പാല നല്ല അടിന്ന് അടിക്കും. എന്നിട്ട് ചിത കൊളുത്താൻ പോലും സമ്മതിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ താത്ത അവിടെ വരുന്നത്. താത്ത ഒരു കുപ്പവറക്കിയായിട്ട് വേഷം മാറി വരും. നല്ല ബെസ്റ്റ് ടൈമാണ് കേട്ടോ കാണാൻ. എന്നിട്ട് അനുതാപങ്ങളൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ മുമ്പും സിദ്ധാർത്ഥ നൈസായിട്ട് ഗോ ബാക്ക് ഇന്ത്യൻ പറഞ്ഞിട്ട് ഹാഷ്ടാഗ് കാണിക്കും. പൊക്കോ ഞാൻ ഇങ്ങനെയല്ല ഹാഷ്ടാഗ് വെച്ചിട്ട് നിങ്ങൾ വിളിച്ച് അതേ ഹാഷ്ടാഗ് വെച്ചിട്ടാണ് നിങ്ങളെ പോകാൻ പറയുന്നത്. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ എന്നിട്ടും പറയും. വേണ്ട പോലീസ് അവിടേക്കും കൊന്തക്കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വരണ. എന്നിട്ട് താത്തനെ പിടിച്ചിട്ട് പറയാം, അത് നോക്ക് നിങ്ങളുടെ ഹാഷ്ടാഗ് വൈറലായി, 5 നിമിഷത്തില 1 ലക്ഷം രൂപ ഇருக்கு. ഇനി ഞങ്ങൾക്ക് ഇത് തെളിവൊന്നും വേണ്ട, നമുക്ക് ഹാഷ്ടാഗ് വൈറലായ നിങ്ങളിവിടെ നിൽക്കണോ പോകണോ എന്ന് അതത്രേ ഉള്ളൂ. ഹാഷ്ടാഗിനാണ് നമ്മുടെ അവിടുത്തെ ഇന്ത്യയിൽ വാല്യൂ ഉള്ളത്, വേറെ ഒന്നിനും വിഷയമല്ല. ഇവർക്ക് ഈ താത്തനെ അറിയുന്നതാണല്ലോ, വിളിച്ച കൈ അപ്പം തന്നെ വിലങ്ങ് വെക്കണം. അതിപ്പോൾ താത്ത എന്നല്ല, ഏതൊരു കുറ്റവാളിയാണെങ്കിൽ ഇങ്ങനെ പിടികിട്ടാ പുള്ളികൾ ഓടി നടക്കുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യണത് കയ്യിൽ വിലങ്ങ് വെക്കുക എന്നുള്ളൊരു ബേസിക് ഫോർമാലിറ്റിയാണ്. അതുപോലും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്ന് കത്തിയടിച്ച് ഹാഷ്ടാഗ് കാണിച്ചിരിക്കുമ്പോഴേക്കും താത്തയുടെ ട്രിക്ക് ഉപയോഗിക്കും. തലയിൽ തൊപ്പിയിൽ ബോംബുണ്ട്, അതെടുത്ത് താഴെയിട്ട് അണ്ണ എസ്കേപ്പ് ആവും. എല്ലാ സിനിമയിലും കണ്ടിട്ടുള്ളതാണ്. ചേസ് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഓടും, അല്ലെങ്കിൽ കാറ് ബൈക്ക് അങ്ങനെയുള്ള ഇതിലൊക്കെ പോകുമ്പോൾ നമുക്കത് ബോറടിക്കുമല്ലോ. ഇതാണെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എസ്കേപ്പ് ചെയ്യണം വേണ്ട നമ്മുടെ താത്ത യൂണിസൈക്കിളിൽ ട്രൈ ചെയ്യും. പാവം കുട്ടി വീട്ടിൽ ഇനി എന്തോ പറയുമെന്തോ, അച്ഛനും അമ്മയും ആശയായിട്ട് വാങ്ങിച്ചു കൊടുത്തായിരിക്കും വീട്ടുകാർ പോയിട്ട് കള്ളക്കളവനെ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് നല്ല പൊതിരെ കിട്ടും. അതെന്തോ അന്തരമായിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള അക്രമമാണ് കണ്ടിരിക്കാൻ പറ്റാത്ത. ഒരു 10 മിനിറ്റ് ഉണ്ട് ഈ സൈക്കിൾ, അതും ഈ OTT റിലീസിൽ വെട്ടിച്ചുരുക്കിയതാണ്. തിയേറ്ററിൽ ഇതിൻ്റെ 2 പാർട്ട് ഉണ്ടായിരുന്നു. തിയേറ്ററിൽ പെട്ട പാടെ ഇങ്ങനെ ഇയാൾ ഇതിന്ന് ഇറങ്ങണേ ഇല്ല, അങ്ങനെ പോവാണ് പെട്ടക്കൊന്നും ഇല്ലാണ്ട്. പുറകിൽ പോലീസും. ഈ മനസ്സിലാവണല്ലോ ഈ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് ഇവരിത് ചെയ്തതെന്ന്. എന്തിനും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ചെയ്തു വെച്ചില്ലേ, കണ്ടാലേ പറ്റുള്ളൂ. അങ്ങനെ അവസാനം ഈ താത്ത ഒരു ഗൊഡൗണിൽ പോകും. അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ ഹാഷ്ടാഗ് വൈറലായതുകൊണ്ട് നാട്ടുകാർ മൊത്തം അറിയുന്നത്. അപ്പം TV-യിൽ ന്യൂസും വന്ന് ലോക്കൽസ് വരെ അറിഞ്ഞ് താത്തനെ വിരട്ടി ഓടിയാണ്. അങ്ങനെ ഒരു ഗോഡൗണിൽ കയറി നിന്നിട്ട് കുറേ ഗുണ്ടകൾ അടുത്ത ഫൈറ്റ് നമ്മുടെ റെഫറൻസ് ഫൈറ്റാണ്. ആ ഫൈറ്റിൽ നമ്മുടെ ഫുൾ മസിൽമെൻസ് ഒക്കെ ഇരിക്കുമ്പോഴാണ് താത്ത 6 പാക്കാണ് സീൻ വരുന്നത്. ഇങ്ങനെ എയർ വലിച്ചിട്ട് പിടിക്കുമ്പോഴേക്കും 6 പാക്കാണ്. മാവൊക്കെ കൂടി ഇപ്പോൾ പൊളന്ന് വരും. അപ്പോൾ അത് ആ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് അടി തുടങ്ങും. അടി പറഞ്ഞാൽ മിന്നാമിനിങ്ങിൻ്റെ അടിയാണ്. താത്ത കണ്ണടച്ചതും വില്ലന്മാരിലൊക്കെ ലൈറ്റ് കത്തും. പിന്നെ ആ ലൈറ്റിൻ്റെ അവിടെ തൊട്ടാൽ മതി, അവരൊക്കെ കുഴഞ്ഞ് വീഴും, അത്രേ ഉള്ളൂ. വേറെ ശങ്കറിന് ഇതിൽ ഭയങ്കര ലാഭമാണ്. കാരണം മറ്റേതൊക്കെ ഫൈറ്റ് കൊറിയോഗ്രാഫി പറഞ്ഞാൽ ഭയങ്കര സീനാണ്. കാരണം അവർ എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം എല്ലാം നമ്മൾ കൊറിയോഗ്രാഫി ഉണ്ട്. ഇതിലൊന്നും വേണ്ട, താത്തക്ക് ഇങ്ങനെ വിരലും ചുരുട്ടി ഇങ്ങനെ വിരലിങ്ങനെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്താൽ മതി, ഫൈറ്റ് റെഡി. അപ്പം അങ്ങനെ എല്ലാവരും അടിച്ച് കുതിരയാക്കി വിടും. അങ്ങനെ താത്ത അവിടെ നിന്ന് വീണ്ടും എസ്കേപ്പായിട്ട് ഇങ്ങനെ പോകും. പിന്നെ ഇതിൽ ഇടയ്ക്ക് ട്രെയിൻ റിവേഴ്സ് ചെയ്യാനൊക്കെ സീനുണ്ട്, ഭയങ്കര. എന്നാൽ താത്ത
യൂണിസൈക്കിൾ വെച്ച് 360 ഒക്കെ അടിക്കും. വിറ്റാണ് പൊന്നെ ശങ്കരണ്ണ, ഇങ്ങനെയൊക്കെയാണ് സീൻ എഴുതുന്നത്. എന്നാല് താത്തയുടെ അവസ്ഥ ആലോചിച്ചൊന്നും ശരിയാകുന്നില്ല. ഇന്ത്യൻ 1 ആ ക്ലൈമാക്സ് സീക്വൻസ് കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യൻ കാണുമ്പോൾ ആ ഒരു ഫീലാണ് വരിക. ഇതിൽ വന്നിട്ട് എന്തുവാ, നാട്ടുകാർ എല്ലാവരും കൂടെ ഇട്ട് പട്ടിയെ പോലെ ഓടിപ്പിച്ച് കല്ലും മണ്ണും എറിഞ്ഞങ്ങോട്ട് വിടുക. ശരിക്കും പറഞ്ഞ ഒരു കോമാളിയാക്കി വിട്ടിരുന്നു. അങ്ങനെ അവസാനം കള്ളക്കളവൻ പോലീസ് പിടിക്കുമല്ലോ. അപ്പോൾ ഈ എല്ലാവരും ഗാർഡ്സ് ഉണ്ടായിരുന്നു. മറ്റേ ബോബി ചെമ്മണ്ണൂർ മാത്രം വലിയ ഗത്തായിട്ട് ഇനിയിപ്പോൾ പിന്നെ പിടിച്ചല്ലോ. ഫൈനലി വിലങ്ങ് വെക്കണ്ടാ. അപ്പോൾ വിലങ്ങ് വെച്ചിട്ടാണ് താത്തനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വിഷയമില്ല, വർമ്മൊന്നും യൂസ് ചെയ്യല്ല പറഞ്ഞാൽ ജാക്കറ്റൊക്കെ ഊരും. ദേണ്ട അവിടെ കിടങ്ങി ചപ്പാത്തിക്ക് പോലെ എടുത്തിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കണ ബോബി അവിടെ കെട്ടകം. 5th വർമ്മം, വിനോദവർമ്മം. ഈ വർമ്മം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 7.5 മിനിറ്റിൽ ശരിയാക്കിയില്ലെങ്കിൽ ആള് തട്ടിപ്പോവും. നോക്കുണ്ടോ ദേണ്ട ഈ ഇന്ത്യ താത്തനെ നമ്മുടെ ജുഡീഷ്യലിൽ കൊണ്ടുപോയിട്ട് സറണ്ടർ ചെയ്യുമ്പോൾ വേണുച്ചേട്ടൻ വന്നിട്ട് എൻ്റെ മകൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, താത്ത വിചാരിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ഡോക്ടറും ഇവരൊക്കെ പഠിച്ചത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവില്ല. நியூராலஜிஸ்டால இந்த டைம் லிமிட்குள்ள கியூர் பண்ண முடியாது. வரணும் தெரிஞ்சவங்கன்னா பட்டுன்னு எடுத்துருவாங்க. ഒരു അസുഖം ശരിയാക്കണമെങ്കിൽ പോലും താത്ത വേണം. അങ്ങനെ മജിസ്ട്രേറ്റിന് മനസ്സിലുണ്ടായിട്ട് നമ്മുടെ താത്തനെ വിട്ടാക്കും. അതോടെ പടം കഴിഞ്ഞ്. I'll be back. എന്നിട്ട് ഒരു ഇന്ത്യൻ 3യുടെ ഗ്ലിംസും കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ ദ നെക്സ്റ്റ് അവതാരം.